പി രാജീവ് ക്ലാസ് എടുക്കാൻ വരുന്നു, ഓടിക്കോ. നിയമസഭാ സാമാജികർക്കായി ക്ലാസ് എടുക്കാൻ പി രാജീവ് വരുന്നു. പി രാജീവ് മാത്രമല്ല, മന്ത്രിമാരായ രമേശ് ചെന്നിത്തല, മന്ത്രി പി സി വിഷ്ണുനാഥ്, മുൻ സ്പീക്കറായിട്ടുള്ള എം പി രാജേഷ്, മുൻ ആരോഗ്യമന്ത്രി കെ ശൈലജ, മുൻ ചീഫ് വിപ്പ് പ്രൊഫസർ എൻ ജയരാജ്, മുൻ കൃഷിമന്ത്രി വി എസ് സുനിൽകുമാർ എന്നിവരാണ് MLA-മാർക്ക് ക്ലാസ് എടുക്കുന്നത്. എന്തിനാണ് ഈ പരിപാടി എന്ന് ചോദിച്ചാൽ, പുതിയതായി വന്നിട്ടുള്ള MLA-മാർക്ക് അവർക്ക് സഭയുടെ ചട്ടങ്ങളും നിയമങ്ങളും ഒന്നും അത്ര വശമില്ല. അതുകൊണ്ട് അതെങ്ങനെ പെരുമാറണം, സഭയിലെ റൂൾസ് ഓഫ് പ്രൊസീജിയർ എന്ന് പറയും, അതായത് നിയമസഭയിൽ പാലിക്കേണ്ടുന്ന നിയമങ്ങളും ചട്ടങ്ങളും എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് ഈ പുതിയതായി വന്നിട്ടുള്ള 71 MLA-മാർക്ക് കാര്യമായ വിവരങ്ങളൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് അവരെ ഇത് പഠിപ്പിക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന ഈ 7 പേരുടെയും ചുമതല. നിയമസഭയിലുള്ള R ശങ്കരനാരായണൻ തമ്പി ഹാളിലാണ് ഈ ഒരു 2 ദിവസത്തെ പരിപാടി നടക്കുന്നത്. ഇതിൽ പി രാജീവ് പഠിപ്പിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ ഉള്ളിലൊരു ഭയം ഉണ്ടാവും. കാരണം അദ്ദേഹം നേരത്തെ പാർട്ടി സഖാക്കൾക്ക് ക്ലാസ് എടുത്തത് നമുക്ക് ഓർമ്മയുണ്ടാകുമല്ലോ. എന്തൊക്കെയോ കൂട്ടിയിട്ട് പുകച്ചിട്ട് എടുത്ത ക്ലാസ് ആണെന്നൊക്കെ ഇങ്ങനെ ഈ ഡിജിറ്റൽ രംഗത്ത് ഒക്കെ പറയപ്പെടുന്നു. അതിന്റെ വാസ്തവം എന്താണെന്ന് നമുക്കറിയത്തില്ല. അപ്പോ എന്തായാലും രാജീവ് സഖാക്കൾക്കെടുത്ത ക്ലാസ് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. ദേശീയവും സർവദേശീയവുമായ വർഗശക്തികളുടെ ബലാബലം എന്നുള്ളത്, 2 ഉൽപാദക ശക്തി ഉൽപാദന ബന്ധം, ഇവയുടെ നിലവാരത്താൽ നിർണയിക്കുന്ന സാമൂഹ്യ സാമ്പത്തിക അടിത്തറ. ഇത് വളരെ ആഴത്തിലുള്ളൊരു ആശയമാണ്. വസ്തുനിഷ്ഠ ഘടകത്തെ മാത്രം നോക്കി ആത്മനിഷ്ഠ ഘടകത്തെ കാണാതെ ഒരു ഘട്ടത്തെ നിർണയിക്കാൻ കഴിയില്ല. ആത്മനിഷ്ഠ ഘടകത്തിന്റെ ആഗ്രഹത്തെ മാത്രം അടിസ്ഥാനപ്പെടുത്തി വസ്തുനിഷ്ഠ സാഹചര്യത്തെ മൂർത്തമായി കാണാതെ ഒരു ഘട്ടത്തെ നിർണയിക്കാൻ കഴിയില്ല. അപ്പോ സാങ്കേതിക നൈപുണ്യമുള്ള തൊഴിലാളി ആധുനിക മുതലാളിത്തത്തിന്റെ ഉൽപാദന പ്രക്രിയയ്ക്ക് അനിവാര്യമായ മുന്നുപാധിയാണ്. അതുകൊണ്ട് എല്ലാവർക്കും വിദ്യാഭ്യാസം മുതലാളിത്തത്തിന്റെ മുദ്രാവാക്യമാണ്. അപ്പോൾ ഇതുപോലെയാണ് രാജീവ് ക്ലാസ് എടുക്കുന്നതെങ്കിൽ എന്തായിരിക്കും MLA-മാരുടെ അവസ്ഥ? ഈ 71 നിർഭാഗ്യവാന്മാർ എന്ന് നമുക്ക് പറയേണ്ടി വരും. നിർഭാഗ്യവതികളും നിർഭാഗ്യവാന്മാരുമായിട്ടുള്ള 71 പേരാണല്ലോ ഈ രാജീവിനെ സഹിക്കേണ്ടി വരുന്നത്. അദ്ദേഹം എന്താണ് പറയുന്നത് എന്നതിനെ കുറിച്ച് അദ്ദേഹത്തിന് തന്നെ വ്യക്തതയില്ല. പിന്നെ എങ്ങനെയാണ് ഈ ചട്ടങ്ങളും നിയമങ്ങളും പഠിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഉയർന്നൊരു ചോദ്യം. കാരണം രാജീവ് നമ്മൾ പറയുന്ന ഭാഷയോ നമ്മൾ പറയുന്ന ആശയങ്ങളൊന്നും അല്ല പറയുന്നത്. അതെന്താണ് പറയുന്നതെന്ന് അദ്ദേഹത്തിനും അറിയില്ല, അദ്ദേഹത്തെ കേൾക്കുന്നവർക്കും അറിയില്ല. സഖാക്കളൊക്കെ തലയാട്ടി സമ്മതിച്ചെന്നിരിക്കും. ചിലപ്പോൾ ഇത് പറയുന്നത് ശരിയാണ്, ഇതൊക്കെയാണ് കമ്മ്യൂണിസം എന്നൊക്കെ പറഞ്ഞ് തലയാട്ടിയിരിക്കുന്ന സഖാക്കൾ ഉണ്ടാവാം. പക്ഷേ ബഹുഭൂരിപക്ഷം വരുന്ന സാമാന്യ ജനങ്ങൾക്ക് ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ അദ്ദേഹം ഈ ക്ലാസ് എടുക്കാൻ വരുമ്പോൾ ഈ പാവപ്പെട്ട MLA-മാർ എന്ത് ചെയ്യുമെന്നുള്ളതാണ് ഇവിടെ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. ഇത് സംഘടിപ്പിക്കുന്നത്, ഈ ഒരു 2 ദിവസത്തെ ക്ലാസ് സംഘടിപ്പിക്കുന്ന നിയമസഭയിലെ ഒരു വിഭാഗമുണ്ട്, സെന്റർ ഫോർ പാർലമെന്ററി സ്റ്റഡീസ് ആൻഡ് ട്രെയിനിങ്, അതായത് CPST എന്ന് ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന നിയമസഭയിലെ ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗമാണ് ഈ ഒരു ക്ലാസ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതിലാണ് ഈ രാജീവ് വന്നുപെട്ടിരിക്കുന്നത്. ആകെ 7 ക്ലാസ് ആണ് ഉള്ളത്. അതില് രമേശ് ചെന്നിത്തല, മന്ത്രി പി സി വിഷ്ണുനാഥ്, മുൻ സ്പീക്കറായിട്ടുള്ള എം പി രാജേഷ്, മുൻ ആരോഗ്യമന്ത്രി കെ ശൈലജ, മുൻ ധനമന്ത്രി കൂടിയായ നമ്മളിപ്പോൾ പറഞ്ഞ പി രാജീവ്, മുൻ ചീഫ് വിപ്പ് പ്രൊഫസർ എൻ ജയരാജ്, മുൻ കൃഷിമന്ത്രി വി എസ് സുനിൽകുമാർ, ഇവർ ഇത്രയും പേരാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ഇതിൽ ബാക്കിയുള്ളവരെ സംബന്ധിച്ച് നമുക്ക് പ്രശ്നമില്ല. കാരണം ഈ കട്ട ബുദ്ധിജീവി അല്ല ബാക്കിയുള്ളവർ. പക്ഷെ ഇദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം ഈ മറ്റേ സന്ദേശ സിനിമയിലെ ശങ്കരാടിയുടെ ഒരു റോളാണ്. അപ്പോൾ എന്താണ് പറയുന്നത് എന്നുള്ള കാര്യം വ്യക്തതയില്ല. അപ്പോൾ ആശയ വ്യക്തത ഉണ്ടെങ്കിലല്ലേ പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഇനി അദ്ദേഹത്തിന്റെ ആശയം എന്ന് പറയുന്നത് നമ്മൾക്കൊന്നും അറിയാത്ത ആശയങ്ങളാണ്. അപ്പോൾ ആ ആശയങ്ങൾ അവതരിപ്പിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ രാജീവിന്റെ ആശയം എന്താണെന്നുള്ള കാര്യം രാജീവിന് മാത്രമേ അറിയുള്ളൂ. രാജീവ് പറയുന്ന ഭാഷ എന്താണെന്ന് രാജീവിന് മാത്രമേ മനസ്സിലാവുകയുള്ളൂ. പക്ഷേ കേഡർ പാർട്ടി എന്ന നിലയിൽ CPM-ൽ ഈ പറയുന്ന നേതാവ് പറയുന്നത് കുലുക്കി അനുസരിച്ചേ പറ്റുകയുള്ളൂ. അങ്ങനെ വെറുതെ തലകുലുക്കി ഇതൊക്കെ കേട്ട് ഈ നേരത്തെ പറഞ്ഞതുപോലെ എന്തൊക്കെയോ കൂട്ടിയിട്ട് പുകച്ചതാണോ എന്ന് സഖാക്കൾ തന്നെ സംശയിക്കുന്ന, സഖാക്കൾ തന്നെ ഇത് സംശയം ഉന്നയിക്കുന്ന, പ്രത്യേകിച്ചും
സോഷ്യൽ മീഡിയയിൽ അങ്ങനെയൊക്കെയാണ് പ്രചരിക്കുന്നത്. അത് സഖാക്കളാകണമെന്നില്ല. എന്താണ് ഈ കൂട്ടിയിട്ട് പുകച്ചത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വ്യക്തതയില്ല. എന്ത് സാധനമാണ് കൂട്ടിയിട്ട് പുകച്ചത് എന്നതിനെ കുറിച്ചൊന്നും വ്യക്തതയില്ല. പക്ഷേ കമന്റുകൾ അത്തരത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ക്ലാസ് എടുക്കുന്നതാണെങ്കിൽ ഈ MLA-മാരുടെ അവസ്ഥ എന്തായിരിക്കും? രാജീവ് ഇത്തരത്തിലൊരു ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? മാത്രമല്ല, എന്താണ് അവർക്ക് മനസ്സിലാകുന്നത് എന്നുള്ളതും വലിയൊരു ചോദ്യമാണ്. രാജീവ് പറയുന്നത് രാജീവിന് തന്നെ മാത്രം മനസ്സിലാകുന്ന ഒരു ഭാഷയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഈ കേഡർ പാർട്ടി എന്ന നിലയിൽ CPM സഖാക്കൾക്ക് കീഴ്ഘടകങ്ങളെല്ലാം തന്നെ ഇത് ശരിയാണെന്ന് പറഞ്ഞേ കഴിയുള്ളൂ. കാരണം നേതാവാണ് പറയുന്നത്. അപ്പോൾ കുട്ടി സഖാക്കൾ മുഴുവൻ ഇത് ശരിയാണെന്ന് പറയണം. മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല, ശരിയാണെന്ന് പറഞ്ഞാലും മതി. അങ്ങനെയാണ് CPM-ന്റെ സംഘടനാ സംവിധാനം. അപ്പോൾ അവിടെ ഈ സംഭവം ഏക്കും. പക്ഷെ ഇവിടെ വരുമ്പോഴേക്കും ഈ പാവപ്പെട്ട 73 പുതിയ MLA-മാർക്ക് എന്ത് മനസ്സിലാകാനാണ്? അതുകൊണ്ട് തന്നെ ഇതൊരു വലിയൊരു പ്രശ്നമായി മാറിയിരിക്കുകയാണ് എന്നാണ്, അല്ലെങ്കിൽ ഇത് എന്താണ് ഈ സംഭവിക്കാൻ പോകുന്നത് എന്നറിയാൻ വയ്യാതെ കിളി പറന്നിരിക്കുകയാണ് MLA-മാരെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അത് ഈ പറയുന്ന ഒരു എന്താ പറയുക, ദോഷൈക ദൃക്കുകൾ പറഞ്ഞുണ്ടാക്കുന്ന കാര്യമായിരിക്കാം. എങ്കിൽ തന്നെയും രാജീവ് കഴിഞ്ഞ ദിവസം ഉയർത്തിയ ചില പ്രശ്നങ്ങളുണ്ട്. പാർട്ടി പരാജയപ്പെടാനുള്ള കാരണങ്ങളെക്കുറിച്ച് അദ്ദേഹം താത്വികമായ ഒരു അവലോകനം നടത്തിയിട്ടുണ്ട്. അതിലെ ആദ്യത്തെ താത്വിക അവലോകനത്തിലെ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന് പറയുന്ന ആ ഒരു മുദ്രാവാക്യം പാർട്ടിക്ക് തിരിച്ചടിയായി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ താത്വിക അവലോകനത്തിലെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ ഈ ശബരിമലയിൽ പിണറായി വിജയൻ കാറി കയറ്റിക്കൊണ്ടുവന്നത് ശരിയായില്ല, അത് തെറ്റായ സന്ദേശം സഖാക്കൾക്ക് നൽകി. അങ്ങനെ സഖാക്കൾ ഒന്നടങ്കം പിണറായി സർക്കാരിനെതിരെ വോട്ട് ചെയ്തു എന്നാണ് അദ്ദേഹത്തിന്റെ താത്വികമായ കണ്ടെത്തൽ. മൂന്നാമത്തെ താത്വികമായ കണ്ടെത്തൽ എന്ന് പറയുന്നത് ശബരിമല കൊള്ളക്കേസിൽ നടപടി കാര്യക്ഷമമായി എടുത്തിരുന്നെങ്കിൽ ഈ പറയുന്നത് പോലെ നമുക്കിങ്ങനെ പ്രതിപക്ഷത്തിരിക്കേണ്ട ഒരു അവസ്ഥയും ഉണ്ടാകുമായിരുന്നില്ല. CPM 24 സീറ്റുകളിലേക്ക് ചുരുങ്ങേണ്ടി വരുമായിരുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള അദ്ദേഹത്തിന്റെ താത്വിക അവലോകനങ്ങളുടെ ഭാഗമായിട്ട് ചില പരാജയ കാരണങ്ങളെക്കുറിച്ചും അദ്ദേഹം താത്വികമായി അവലോകനം ചെയ്തിട്ടുണ്ട്. അതിലെ ഈ പോയിന്റുകളാണ് ഈ പറഞ്ഞത്. 3 താത്വിക അവലോകനങ്ങളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഒന്ന് ഈ പറയുന്ന ശബരിമല പ്രശ്നം, 2 വെള്ളാപ്പള്ളിയെ കാറിക്കയറ്റിയത്, 3 LDF അല്ലാതെ മറ്റാരുണ്ട് എന്നുള്ള ഈ 3 പ്രശ്നങ്ങൾ സഖാക്കളെ വല്ലാതെ നോവിച്ചു. സഖാക്കൾ അതിനെ പ്രതികാരം ചെയ്തു എന്നൊക്കെ കണ്ടുപിടിച്ച ആൾ കൂടിയാണ് ഈ പറയുന്ന രാജീവ്. അപ്പോൾ അദ്ദേഹമാണ് ക്ലാസ് എടുക്കുന്നത്. കണ്ടറിയാം എന്താണെന്നുള്ളത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.